ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രഭാത വന്ദനം കർത്തൃനാമത്തിൽ വിനീതമായി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. 10-ാം അധ്യായത്തിൽ കർത്താവിനെ പ്രവർത്തിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുകയാണ്. കർത്താവിന് വേണ്ടി, അവിടെ ജനത്തെ ഒരുക്കുന്നതിന് വേണ്ടി. ചില ട്രാൻസ്ലേഷനിൽ 72 പേരെന്ന് പറയുന്നുണ്ട്. അത് കർത്താവ് ഇനി ചെല്ലാനുള്ള സ്ഥലത്തേക്കാണ് ഇവരെ അയക്കുന്നത്. ഇവരെ അറിയിപ്പുകാർ എന്ന പേരിലാണ് സഭാപിതാക്കന്മാർ ഇവരെക്കുറിച്ച് പറയുന്നത്. അവരുടെ പേരുകൾ സഭാചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർത്തയുടെയും മറിയുടെയും സഹോദരനായിരുന്ന ലാസർ ഈ അറിയിപ്പുകാരിൽ ഒരാളായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 70 എന്ന സംഖ്യ പഴയ നിയമത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ചില സാമ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നു, ഏലീമിൽ ഇസ്രായേൽ ജനം വന്നപ്പോൾ അവിടെ 12 ഉറവകളും 70 ഈത്തപ്പനകളും ഉണ്ടായിരുന്നു. കർത്താവിനെ അനുഗമിച്ച ആളുകളിൽ ശിഷ്യത്വം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കർത്താവിനെ വചനം കേൾക്കാൻ നടന്നതിൽ 12 പേരെ കർത്താവ് ശിഷ്യന്മാരായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു. ബാക്കി 70 പേരെയാണ് കർത്താവ് അയക്കുക. ഈ 70 എന്ന സംഖ്യയ്ക്ക് പഴയ നിയമവുമായി ചില സാമ്യം, ചില പ്രത്യേകം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പുറപ്പാട് 15-ന്റെ 27-ൽ ഏലീം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വന്നപ്പോൾ 12 ഉറവകളും 70 ഈത്തപ്പനകളും. ഈ 12 ഉറവകളെ 12 ശിഷ്യന്മാരായി നമുക്ക് കണക്കാക്കാം. 70 ഈത്തപ്പനകൾ, കാരണം വെള്ളമില്ലാത്ത സ്ഥലത്ത്, ഭക്ഷണമില്ലാത്ത ആ മരുഭൂമിയുടെ അവസ്ഥയിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർക്ക് വളരെയേറെ ആശ്വാസം പകർന്നതാണ് ഏലീമിലെ 12 ഉറവുകളും 70 ഈത്തപ്പനകളും. അതുപോലെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഈ 12 ശിഷ്യന്മാരും ഈ 70 അറിയിപ്പുകാരെയും ആ അർത്ഥത്തിൽ നമുക്ക് കണ്ട് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജനത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങളെയൊക്കെ മോശ ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ മോശയ്ക്ക് തന്നെ ആ ഭാരങ്ങളൊക്കെ വഹിക്കാൻ ബുദ്ധിമുട്ടായി. മോശ ദൈവത്തോട് വലിയ പരാതി പറയുന്നുണ്ട്. ദൈവം, എനിക്ക് തന്നെ ഈ ഭാരങ്ങളൊക്കെ വഹിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ അതിൽ കൊള്ളാവുന്നവരെ നോക്കി 70 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നിന്നിലുള്ള ആത്മാവിലെ കുറച്ച് ഞാൻ അവർക്ക് നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ 70 പേരെ അവിടെ തിരഞ്ഞെടുക്കുന്നതും മോശയ്ക്കുണ്ടായിരുന്ന ദൈവാത്മാവിൽ കുറെ എടുത്ത് അവരിലേക്ക് യഹോവയായ ദൈവം പകരുന്നതുമായ സംഭവം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവർ മോശയ്ക്കൊരു വലിയ സഹായമായി. ജനങ്ങളുടെ പരാതി കേൾക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും മോശയ്ക്കത് വലിയ സഹായമായിട്ട് തീർന്നു. ആ മോശ നമ്മുടെ കർത്താവിൻ്റെ പഴയ നിയമത്തിലെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളാണ്. ഇവിടെ കർത്താവിനെ സഹായിക്കുവാൻ വേറെ 70 പേരെ കർത്താവ് ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 70 എന്ന സംഖ്യ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ മക്കൾ ശേം, ഹാം, യാഫേത്ത് 3 പേരായിരുന്നല്ലോ. അവരിൽ നിന്ന് അവർ 70 ആ മനുഷ്യവർഗം 70 ജാതികളായി തീർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ശേമിൽ നിന്ന് 20-ഉം
ഹാമിൽ നിന്ന് 36 യാഫേത്തിൽ നിന്ന് 14 എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിന് പഴയ നിയമത്തിലെ ഇങ്ങനെയുള്ള ചില പ്രധാന സംഭവങ്ങളുമായി ഇതിന് ഒരു താരതമ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ഇവരെ അയക്കുമ്പോൾ പിന്നെ അവരോട് പറയുന്നത്, നമ്മൾ സാധാരണ യാത്ര പോകുമ്പോൾ എന്തെല്ലാം കരുതണം എന്ന് ചിന്തിച്ച് നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു അയക്കുന്നവരോട് പറയുന്നത്, നിങ്ങൾ എന്തെല്ലാം കരുതാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു. നമ്മളൊരു യാത്ര പോകുമ്പോൾ എന്തെല്ലാം കരുതുമോ അതൊന്നും കരുതാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ദൈവാശ്രയമല്ലാതെ മറ്റൊരു മുൻകരുതലും ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് മടിശീല, സഞ്ചി, ചെരുപ്പ് ഒന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ മര്യാദ ഇല്ലാതെ പ്രവർത്തിക്കണമെന്ന രീതിയിലല്ല കർത്താവ് പറഞ്ഞത്. അതിനു പോലും സമയം നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. എന്നിട്ട് ആ ഭവനത്തിൽ നിങ്ങൾ പാർക്കണം. ഭവനം വിട്ട് മറ്റൊരു ഭവനത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ സുഖം അന്വേഷിച്ച് നിങ്ങൾ മാറിപ്പോകരുത്. ചെല്ലുന്ന ഭവനത്തിലെ പരിതസ്ഥിതി അനുസരിച്ച് അവർ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഭക്ഷിക്കണം. അല്ലാതെ മറ്റൊന്നും നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇങ്ങനെ കർത്താവിന് വേണ്ടി നിങ്ങൾ വേല ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾ അവരോട് അറിയിക്കേണ്ട സുവിശേഷം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന സുവിശേഷമാണ് നിങ്ങൾ അവരെ അറിയിക്കേണ്ടത്. നിങ്ങൾ വീട് തോറും ആ ചുറ്റി എന്ന് പറഞ്ഞാൽ സുഖം അന്വേഷിച്ച് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഏതെങ്കിലും പട്ടണത്തിലോ ഭവനത്തിലോ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ കൂടെ വസിക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടിയൂടെ തട്ടിയിട്ട് നിങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പൊക്കോണമെന്ന് കർത്താവ് പറഞ്ഞു. ബലം പ്രയോഗിച്ച് സുവിശേഷം അറിയിക്കാനും, അവിടെ നേരത്തെ ചിന്തിച്ചതാണ്, ബലം പ്രയോഗിച്ച് സുവിശേഷം അറിയിക്കാനും ദൈവത്തെക്കുറിച്ച് പറയാനും നമുക്ക് ആർക്കും കർത്താവ് ആരെയും അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആവശ്യമുള്ളവനും മാത്രം ഇത് കൊടുത്താൽ മതി. ഒരു കർത്താവ് അതിന് മുമ്പ് മറ്റാളുടെ സുവിശേഷം പറഞ്ഞല്ലോ, വിലയേറിയ മുത്ത് പന്നിയുടെ മുൻപിൽ ഇട്ട് കൊടുക്കരുത്. പന്നിക്ക് അതിൻ്റെ ആ മുത്തിൻ്റെ വില അറിയത്തില്ല. അത് ചെളിക്കകത്ത് കിടക്കുന്നതും എത്ര വില കൂടിയ മുത്ത് തന്നെ മുന്നിൽ കിട്ടിയാലും അത് ചെളിക്കകത്തത് പൂന്തുകയും ചെയ്യും. അപ്പോൾ ദൈവവചനം അത് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അവർക്ക് മുന്നിൽ അത് വിളമ്പിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഈ വചനം കേട്ട് അനുസരിക്കുമെങ്കിൽ ആ പട്ടണങ്ങളൊക്കെ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ സോർ സീദോൻ എന്ന് പറഞ്ഞ വിജാതികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങൾക്ക് അവർക്ക് വരാൻ പോകുന്നതിനേക്കാൾ വലിയ നാശം നിങ്ങൾക്കുണ്ടാവും, ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടും നമ്മൾ അനുസരിക്കാതിരുന്നാൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്നും ദൈവവചനം വായിക്കുകയും കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ നമ്മൾ വീണ്ടും കഠിന ഹൃദയത്തോടും പാപത്തിൽ മുഴുകി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ നാശം കഠിനമായിരിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചെന്നായുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഏത് സമയത്തും കുഞ്ഞാടുകളെ പിടിച്ച് അതിനെ ചീന്തിക്കീറുവാൻ വെമ്പുന്ന മൃഗമാണ് ചെന്നായ. അത്രമാത്രം പ്രതികൂലത നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, ദൈവം നിങ്ങൾക്ക് സംരക്ഷകനായിരിക്കും എന്നൊരു വലിയ അറിയിപ്പ് കർത്താവ് അവർക്ക് കൊടുത്ത് അവരെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അവർ പോയി ആ ദൗത്യങ്ങളൊക്കെ അവർ നിർവഹിച്ചിട്ട് മടങ്ങി വരുന്നുണ്ട്. 17 മുതലുള്ള വാക്യങ്ങളിൽ അവർ വന്ന് സന്തോഷത്തോടെ അവർ മടങ്ങി വന്നിട്ട് അവർ കർത്താവിന് പറഞ്ഞു, കർത്താവേ, പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ സാധിച്ചു,
ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയിക്കാൻ സാധിച്ചു. അവരെ ഇങ്ങനെ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വടിയോ അല്ലെങ്കിൽ ചെരുപ്പോ വസ്ത്രങ്ങളോ ഒന്നും കരുതാതിരുന്നിട്ടും അതെല്ലാം അവർക്ക് ലഭിച്ചു. അതിനപ്പുറത്ത് അവർക്ക് സന്തോഷമുണ്ടായത് പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി എന്നുള്ളതാണ്. കാരണം ദൈവ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ പൈശാചിക ശക്തിക്ക് നമ്മളെ അങ്ങനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനാവില്ല. നമ്മൾ യഥാർത്ഥ ശുശ്രൂഷയാണ് ചെയ്യുന്നതെങ്കിൽ പിശാച് പോലും നമുക്ക് വിധേയപ്പെടും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അതിൻ്റെ 18-ാം വാക്യത്തിൽ, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇവർ ചെന്നപ്പോൾ കർത്താവിനാൽ അയക്കപ്പെട്ടവരുടെ മുൻപാകെ പിശാച് തോൽക്കുന്നത് കർത്താവ് ദൂരെ ഇരുന്ന കർത്താവിന് തൻ്റെ ആത്മീയ കണ്ണുകളാൽ കാണാൻ സാധിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചിനെ കീഴടക്കുന്നു, പിശാച് നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു, വീഴുന്നതൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം ഇത് തന്നിരിക്കുകയാണ്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പക്ഷേ നിങ്ങൾ പിശാചുക്കൾ കീഴടങ്ങി എന്നതിലല്ല നിങ്ങൾ കൂടുതൽ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതിലാണ്. അപ്പം വീര്യപ്രവർത്തികൾ ചെയ്തു, എൻ്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടന്നു, വീര്യപ്രവർത്തികൾ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ അമിതമായി സന്തോഷിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ ഉപരി അയക്കപ്പെട്ട നീ ഈ ദൗത്യം നിർവഹിച്ചപ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടു. സ്വർഗം നിന്നെ തിരിച്ചറിഞ്ഞു, അവിടെ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാലാണ് നീ സന്തോഷിക്കേണ്ടത്. അതാണ് നിത്യമായ രാജ്യം. ഇവിടെ താൽക്കാലികമായി എന്തെങ്കിലും സംഭവിച്ചു എന്ന് അതിൽ നമ്മൾ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഇന്ന് ഏതെങ്കിലും ഒരു വീര്യപ്രവർത്തികൾ ആരുടെയെങ്കിലും കൈകളാൽ രോഗികൾക്ക് സൗഖ്യമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ആൾ പിന്നെ സ്വയം ദൈവമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അതിലാണ് അവരെ കൂടുതൽ അഭിമാനം കൊള്ളുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. അത് ദൈവനാമത്തിൻ്റെ ശക്തി കൊണ്ടാണ്, ദൈവം കൊടുത്ത അധികാരം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. നിങ്ങളത് ആത്മാർത്ഥതയോട് സത്യസന്ധതയോട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രതിഫലം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പരിഗണിക്കപ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുവാൻ കർത്താവ് ഈ അറിയിപ്പുകാരോട് ആജ്ഞാപിക്കുകയാണ്. ഇനിയും അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു. നമ്മുടെ കർത്താവ് ആനന്ദിച്ചത് പരിശുദ്ധാത്മാവിലാണ്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദൈവമേ, നീ ഇത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും നീ മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് നീ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തല്ലോ. ദൈവിക രഹസ്യങ്ങളെ ജ്ഞാനികളെന്നും അല്ലെങ്കിൽ ബുദ്ധിമാന്മാരെന്നൊക്കെ പറഞ്ഞ് യഹൂദ റാബിമാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അവരുടെ ജ്ഞാനത്തിലും അറിവിലും സ്വയം നിഗളിച്ചിരുന്നവരാണ്. കർത്താവിനാൽ വിളിക്കപ്പെട്ട ശിഷ്യന്മാരും ഈ 70 അറിയിപ്പുകാരും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവരോ വലിയ ജ്ഞാനമുള്ളവരോ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരോ ഒന്നും ആയിരുന്നില്ല. അവരെയാണ് കർത്താവ് ഇവിടെ ശിശുക്കളെന്ന് പറയുന്നത്. ശിശുവിന് ഒരു കാര്യമുണ്ട്, നിഷ്കളങ്ക ഹൃദയമുണ്ട്, അചഞ്ചലമായ വിശ്വാസമുണ്ട്. അവർക്ക് ഈ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് കർത്താവ് നീ ജ്ഞാനികൾക്ക് മറിച്ച് ശിശുക്കൾക്ക് നീ ഇത് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ കഴിവിലോ ഒന്നുമല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ യാചിക്കേണ്ടത്. അതാണ് വീര്യം, അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത്. എൻ്റെ കർത്താവ് പറഞ്ഞു അതിൻ്റെ 22-ാം വാക്യത്തിൽ, പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല, പിതാവാരെന്ന് പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും അത് ഗ്രഹിക്കുന്നില്ല. ദൈവത്തെ യഥാർത്ഥമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ടാണ് പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, ബെറിയോനോ സീമോനെ, ജഡരക്തങ്ങളല്ല, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഇത് മനസ്സിലാക്കിയതല്ല,
ജ്ഞാനം കൊണ്ട് നിനക്കിത് മനസ്സിലായില്ല, എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ മാത്രമേ യേശുവിനെയും ദൈവത്തെയൊക്കെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കത്തുള്ളൂ. അതിന് നമുക്ക് ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സമർപ്പണവുമാണ് ആവശ്യം. ശിശുതുല്യമായ ഹൃദയത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിനുള്ള കഴിവ് നമുക്ക് നൽകുന്നത്. ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് മാത്രമായിട്ട് പിന്നെ വിളിച്ച് കർത്താവ് അവരോട് പറയുന്നു. അതിൻ്റെ 23-ാം ഭാഗം ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു, അവർ കേട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബ്രാഹാം മുതലുള്ള ആളുകൾ മശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ലോകത്ത് വരുമെന്നും പിശാചിനെ അവൻ തകർക്കുമെന്നും ആ ഒരു വലിയ വാഗ്ദത്തം അവർക്കൊക്കെ ലഭിച്ചു. പ്രവാചകന്മാര് ഈ മശിഹായുടെ ആഗമനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒരുപാടൊക്കെ അവർ ഇത് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മശിഹായെ കാണാൻ അവരൊക്കെ ആഗ്രഹിച്ചു, അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചില്ല. നേരിൽ കാണാൻ ആ ഭാഗ്യം ലഭിച്ചത് ഈ ശിഷ്യന്മാർക്കും ഈ അറിയിപ്പുകാർക്കും തന്നെ. അവർക്കാണ് അതിനുള്ള ഭാഗ്യമൊക്കെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും പറഞ്ഞു, നമുക്ക് ലഭിച്ച ഭാഗ്യം, നമ്മുടെ പൂർവികരൊക്കെ ദൈവവചനം കാണാനും വായിക്കാനും ഒക്കെ ആഗ്രഹിച്ചു, അവർക്കൊന്നും അതിനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ അതിനൊക്കെയുള്ള അവസരം നമുക്കിപ്പോൾ തന്നു. ദൈവവചനം എഴുതപ്പെട്ട് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് കാണാനും അത് തൊടാനും അത് വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരം ദൈവം നമുക്ക് തന്നു. നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന്. 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഒരു ശാസ്ത്രി അല്ലെങ്കിൽ ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അവൻ്റെ ചോദ്യം. യേശുവിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ നിയമത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? അവൻ പറഞ്ഞു, 2 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. 2, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ നീ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ വായിച്ച് ധ്യാനിച്ചതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിച്ചതാണ്. അപ്പൊ എന്ന് പറഞ്ഞ ആ ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനയുടെ ഉള്ളടക്കമാണത്. അതാണ് അവൻ അത് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ആരാണ് നിന്നെ പോലെ നിന്റെ സ്നേഹിതനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? അപ്പോൾ കർത്താവ് ഒരു ഉപമ ഇവിടെ പറയുന്നുണ്ട്. ആ ഉപമയായിരുന്നു നല്ല സമറിയാക്കാരൻ്റെ ഉപമ എന്നറിയപ്പെടുന്നത്. ആരാണ് നല്ല അയൽക്കാരൻ? യേശു അതിനൊരു ഉദാഹരണം കൊടുത്തു. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീഹോവിലേക്ക് യാത്ര പോകുകയായിരുന്നു. ആ യാത്രയിൽ അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുത്ത്, അക്കാലത്ത് നമുക്കറിയാമല്ലോ, വസ്ത്രത്തിനൊക്കെ ഇന്നത്തെ പോലെ സുഭിക്ഷമായിട്ടില്ല. നല്ല വസ്ത്രമുണ്ടെങ്കിൽ അതുവരെയും ആ മനുഷ്യൻ പിടിച്ചു പറിക്കുന്ന, കൊള്ളയടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി. ആ വഴിയെ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് കാണാത്ത രൂപത്തിൽ കൂടെ അവനങ്ങ് കടന്നുപോയി. അത് കഴിഞ്ഞൊരു ലേവ്യൻ വന്നു. അവനും കാണാത്ത രൂപത്തിൽ അങ്ങ് കടന്നുപോയി.
അതിനുശേഷം ഒരു സമറിയാക്കാരൻ വന്നു. കാരണം സമറിയാക്കാരൻ യഹൂദന് ശത്രുവാണ്. നമുക്കറിയാമല്ലോ, സമരിയ സ്ത്രീമാരുടെ സംഭാഷണമൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. യഹൂദന്മാർ അവരെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ ശത്രു എന്ന് പറയുന്ന ഒരുവൻ, ആ ഒരു സമറിയാക്കാരൻ വന്നു. അവനോട് മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവനെ പരിചരിച്ച് അവനെ ഒരു സത്രത്തിൽ കൊണ്ട് ആക്കുന്നുണ്ട്. അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി അവനെ തൻ്റെ കഴുതയുടെ പുറത്ത് അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിൽ അവനെ കയറ്റി ഒരു സത്രത്തിൽ അവനെ കൊണ്ടുചെന്നിരുന്നു. ഒരു ദിവസം അവനോട് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം പോകാൻ നേരം 2 വെള്ളിക്കാശ് അതിൻ്റെതായ അവർക്ക് ഏൽപ്പിച്ചിട്ട്, ഇനി എന്തെങ്കിലും അധികം ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പം തന്നുകൊള്ളാമെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. എന്തുകൊണ്ടായിരിക്കണം ആദ്യം പോയ പുരോഹിതനും ലേവ്യനും അവനെ സ്പർശിക്കാതെ പോയത്? പുരോഹിതൻ പോകുന്നത് ദൈവികമായ ശുശ്രൂഷയ്ക്കാണ്. അങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ളതായ രക്തം പുരണ്ടാൽ അവൻ പിന്നെ ശുദ്ധീകരണ പ്രക്രിയകൾക്കൊക്കെ അവൻ പിന്നെ പോകേണ്ടി വരും. ഒന്ന്, അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. 2, ഇവനെ മുറിവേൽപ്പിച്ച ആ ശത്രു ഇവിടെ എവിടെയെങ്കിലും കാണും, ഞങ്ങൾ ഇവനെ തൊടാൻ ചെന്നാൽ അവൻ ഞങ്ങളെ മുറിവേൽപ്പിക്കുമെന്നുള്ള ഭയം അവർക്കുണ്ടായിട്ടുണ്ടാവും. അപ്പം അവനെ തൊടാതിരിക്കുന്നത്, കാണാത്ത രീതിയിൽ പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് അവർ 2 കൂട്ടരും പോയി. 2 കൂട്ടരും ദൈവികമായ ശുശ്രൂഷ ഏർപ്പെടുന്നവരാ. പുരോഹിതൻ, ലേവ്യ ഗോത്രത്തിൽപ്പെടുന്നവരാ പുരോഹിതന്മാർ. പുരോഹിതനും ലേവ്യനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, ദൈവത്തെ പരിചരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. അവരാണ് ഇവനെ കണ്ടിട്ട് പോയത്. അപ്പോൾ നിങ്ങൾ കൊള്ളരുതാത്തവരെന്ന് പറയുന്ന, നിങ്ങളുടെ ശത്രുവായിട്ട് എണ്ണുന്ന ഒരു സമറിയൻ ആ വഴി വന്നു. അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി അവനെ അവിടെ പരിചരിക്കുന്നതായി കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. കർത്താവ് ചോദിച്ചു, ഇതിൽ ആരാണ് യഥാർത്ഥ സ്നേഹിതൻ? അപ്പോൾ അവൻ പറഞ്ഞു, അവനെ പരിചരിച്ചവനാണ്. ആദ്യം പോയവർക്ക് അവർ എന്താണ് അവരവനെ തൊടാൻ മടിച്ചത്? അവർ ചിന്തിച്ചു, ഞങ്ങൾ അവനെ, ഈ മുറിവേറ്റവനെ തൊട്ടാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒന്ന്, ഞങ്ങൾ അശുദ്ധരായി തീരാം. 2, അല്ലെങ്കിൽ അവനെ മുറിവേൽപ്പിച്ചവനാൽ ഞങ്ങളും മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ വന്ന സമറിയാക്കാരനോ പാപിയായിട്ടും കൊള്ളരുതാത്തവനെന്നും ഈ പുരോഹിത വർഗം വിചാരിച്ച, അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നു പരിചരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ വിചാരിച്ച ആ സമറിയാക്കാരൻ എന്താ വിചാരിച്ച്? അവൻ വിചാരിച്ചു, ഞാൻ അവനെ സ്പർശിച്ചില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും? ഞാൻ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ മുറിവ് വെച്ച് കെട്ടുന്നില്ല എങ്കിൽ, സത്രത്തിൽ അവനെ ആക്കുന്നില്ല, അവൻ മരിച്ചു പോകും. അപ്പോൾ അവൻ്റെ അശുദ്ധിയേക്കാൾ ഉപരിയായി അവൻ്റെ ജീവനെയാണ് അവൻ അവിടെ പരിഗണിച്ചത്. ഭർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് നല്ല അയൽക്കാരൻ. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യമേ ദൈവം പിന്നെ ചോദിക്കുന്നില്ല. ദൈവം ചോദിക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ വായിച്ചിരുന്നതാണ്. അതോ 17 മുതലുള്ള വാക്യങ്ങളാണോ? ഒന്ന് നോക്കാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇതേ ചോദ്യം ചോദിക്കുന്നു, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് പഴയ നിയമത്തിലെ 6 കൽപ്പനകൾ ചോദിക്കുന്നുണ്ട്. മനുഷ്യബന്ധത്തിലുള്ള 6 കൽപ്പനകൾ. അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പാലിക്കും. പക്ഷെ ആദ്യത്തെ 4 കൽപ്പന കർത്താവ് അവനോട് ചോദിച്ചില്ല, നീ പാലിക്കുന്നുണ്ടോ? അത് ദൈവത്തെ സ്നേഹിക്കലാണ്. അല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നവർ പാലിക്കുന്നതാണ് ആദ്യത്തെ 4 കൽപ്പന. ദൈവത്തിന് അറിയേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ്.
ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവത്തിന് യാതൊരു പരാതിയുമില്ല. കാരണം നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സ്നേഹിച്ചാലും ദേഷിച്ചാലും ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ദൈവം നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യനെ സ്നേഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എളിയവന് ചെയ്തതൊക്കെ എനിക്ക് ചെയ്തു എന്ന് കർത്താവ് പറയാനുള്ള കാരണം അതാണ്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാവില്ല. ആരാണ് നിന്റെ സഹോദരൻ, ആരാണ് നിന്റെ അയൽക്കാരൻ? നീ എന്നും കാണുന്നവനാണ്, നിന്റെ കണ്ണിന് മുൻപാകെ വരുന്നവനാണ്, വേദന അനുഭവിക്കുന്നവനാണ്, പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവനാണ്, രോഗിയായിരിക്കുന്നവനാണ്, അല്ലെങ്കിൽ തടവിലായിരിക്കുന്നവനാണ്, ദുഃഖിതനാണ്, നിരാശനാണ്. അവനോടുള്ള നിന്റെ മനോഭാവമാണ് സ്വർഗരാജ്യ പ്രവേശനം നിന്നെ യോഗ്യനാക്കുന്നത്. ഈ സംഭവത്തെ, ഈ നല്ല സമറിയാക്കാരൻ്റെ ഈ ഉപമയെ നമ്മുടെ സഭാപിതാക്കന്മാർ ഒരു ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് ഒരു വിശ്വാസിയുടെ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്തിട്ടുണ്ട്. അതിപ്രകാരമാണ്. ഇവിടെ യാത്രക്കാരൻ എന്ന് പറയുന്നത് ആദം പ്രതികരിക്കുന്ന മനുഷ്യവർഗത്തെയാണ്. യെറുസലേമിൽ നിന്ന് എരിഹോവിലേക്കുള്ള യാത്ര, യെറുസലേം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥയാണ്. യെറിഹോയിലേക്ക് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതായത് ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ പാപമുഖാന്തരം പാപത്തിൻ്റെ ആ അധപ്പതന ജീവിതത്തിലേക്ക് പോയി. ഇവിടെ കവർച്ചക്കാരൻ സാത്താനാണ്. അവൻ്റെ പരീക്ഷകളും അവൻ്റെ പ്രലോഭനങ്ങളുമാണ്. അത് ഏറ്റ് ഈ വിശ്വാസി അല്ലെങ്കിൽ ഈ മനുഷ്യൻ മൃതപ്രായനെ പോലെയാകുന്നു. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ദൈവകൃപയാകുന്ന വസ്ത്രം അവനിൽ നിന്ന് ഉരിഞ്ഞു കളയപ്പെടുന്നു. അവൻ ശാരീരികമായി അങ്ങേയറ്റം പാപിയാണെങ്കിലും അവൻ്റെ ആത്മാവ് പൂർണ്ണമായി നഷ്ടപ്പെടാതെ അർദ്ധപ്രാണനായിട്ട് അവൻ ജീവിക്കേണ്ടി വരുന്നു. പാപത്തിൽ, നിരാശയിലും ദുഃഖത്തിലും പാപത്തിലും ജീവിക്കേണ്ടി വരുന്നു. ദൈവ സഖിത്വത്തിൽ നിന്നുള്ള, ദൈവ സാമീപ്യത്തിൽ നിന്നുള്ള വേർപെടലോർത്ത് അവൻ വളരെ നിരാശയിൽ അവൻ കഴിയുന്നു. അങ്ങനെ കഴിയുന്ന ഒരു പാപിയായ മനുഷ്യന്റെ അവസ്ഥ. ഇവിടെ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോശയിക ന്യായപ്രമാണം അനുസരണമുള്ള ഒരു ആചാര്യത്വത്തെയും ലേവ്യൻ പ്രമാണ അനുസൃതമായുള്ള കർമ്മങ്ങളെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവയ്ക്കൊന്നും ഒരു മനുഷ്യനെ പൂർണ്ണമാക്കാനുള്ള കഴിവില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് പഴയ നിയമത്തിൽ. ഇവിടെ നല്ല സമറിയാക്കാരനായിട്ട് പിതാക്കന്മാർ പറയുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പൊ പിശാചിനാൽ മുറിവേറ്റ് കിടന്ന ആ മനുഷ്യവർഗത്തെ കർത്താവാകുന്ന നല്ല സമറിയാക്കാരൻ അവൻ്റെ അധപതനാവസ്ഥയിൽ നിന്ന് അവനെ താങ്ങിയെടുക്കുന്നു. സ്വന്തം രക്തമാകുന്ന വീഞ്ഞും ആ തൈലവുമാകുന്ന മുറോനും കൊണ്ട് അവൻ്റെ പാപമാകുന്ന വ്രണങ്ങളെ അവൻ കഴുകുന്നു. സഭയാകുന്ന വഴിയമ്പലത്തിൽ അവനെ എത്തിക്കുന്നു. സത്രാധിപന്മാരാകുന്ന പ്രധാനാചാര്യന്മാരെയും അല്ലെങ്കിൽ അതിനുള്ള ചുമതലപ്പെട്ട ആൾക്കാരെയും അവനെ ഏൽപ്പിക്കുന്നു. അവൻ്റെ സംരക്ഷണത്തിനായി 2 ദീനോറോ എന്ന് പറഞ്ഞാൽ അതിനെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന പഴയ നിയമവും പുതിയ നിയമവും, അതാണ് 2 ദീനോറോ. അതിനും പുറമെ മാമോദീസ, വിശുദ്ധ കുർബാന എന്നിവ അവന് നൽകുന്നു. ഇനി കർത്താവ് മടങ്ങി വരും, അത് അവൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു. അപ്പം ആ സംരക്ഷണ ചുമതല ഇവിടെ സത്രം എന്ന് പറയുന്ന സഭയെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പോയിരിക്കുന്നു. അവൻ മടങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ളവരെ പരിചരിച്ചതിൽ നമ്മൾ എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും. ഈ രീതിയിൽ ഈ സംഭവത്തെ നമ്മുടെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതവുമായി അതിനെ നമുക്ക് താരതമ്യം ചെയ്ത് ചിന്തിക്കാവുന്നതാണ്. 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് മാർത്തയുടെയും മറിയയും കുറിച്ചുള്ള കാര്യമാണ്.
അപ്പോൾ മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ അവളുടെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് വന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറിയ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി കർത്താവിൻ്റെ തൃപ്പാദത്തിൽ ഇരുന്ന് വചനങ്ങൾ കേൾക്കുമ്പോൾ മാർത്ത കർത്താവിന് വേണ്ടി കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭക്ഷണം തയ്യാറാക്കുകയോ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഈ മാർത്ത വന്ന് മറിയത്തെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. നമ്മൾ എന്നെ ശുശ്രൂഷയിൽ സഹായിക്കുന്നില്ല, നിനക്കത് വിചാരമില്ലയോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മാർത്ത നീ പലതിനെക്കുറിച്ചും നീ വിചാരപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉത്കണ്ഠാകുലയാവുന്നുണ്ട്, നീ അസ്വസ്ഥമാവുകയാണ്. ഒന്നേ ആവശ്യമുള്ളൂ, മറിയാം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈ സംഭവം വായിക്കുമ്പോൾ മാർത്ത ചെയ്ത ശുശ്രൂഷയൊക്കെ വെറുതെ ആയി പോയോ? കർത്താവിന് വേണ്ടി ചിന്തിക്കുകയും ഭക്ഷണം തയ്യാറാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള ഭക്തി പ്രകടനങ്ങൾ കർത്താവിന് വേണ്ടിയുള്ളതായ പ്രവർത്തനമാണ്. ഒന്ന് കർത്തൃ സാമീപ്യം അനുഭവിച്ചുകൊണ്ടുള്ള ധ്യാനപരമായ ജീവിത രീതിയാണ്. അതാണ് മറിയം. മറ്റേത് ശുശ്രൂഷാപരമാണ്, അല്ലെങ്കിൽ പ്രവൃത്തിപരമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. കാരണം മാർത്ത ഇവിടെ ഏർപ്പെട്ടിരുന്ന ആ പ്രവൃത്തി കർത്താവിന് വേണ്ടിയാണ് അവൾ ചിന്തിച്ചത്. അവനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് അവൾ അവിടെ ബുദ്ധിമുട്ടുന്നത്. എന്ന് പറഞ്ഞാൽ കർത്തൃ സന്നിധിയിലുള്ള സമർപ്പണവും പ്രാർത്ഥനയുമാണ് പ്രവർത്തനത്തെക്കാൾ മഹത്തരം. കർത്തൃ സന്നിധിയിലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥന ഇല്ലാതെ കൊണ്ടുള്ള പ്രവർത്തനത്തിന് വലിയ പ്രസക്തിയില്ല. ആദ്യമുണ്ടാവേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ്റെ വചനങ്ങളെ കേട്ട് അതിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് വേണം ശുശ്രൂഷയ്ക്ക് നമ്മൾ ഇറങ്ങുവാൻ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രവർത്തനമാണ് വിജയം കരസ്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ച് പടക് പറഞ്ഞു വിട്ട് അവൻ പ്രാർത്ഥനയ്ക്കായി തനിയെ മലയിലേക്ക് പോയി. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് പിറ്റേ ദിവസം പ്രവർത്തനമായിട്ട് വന്നത്. അല്ലാതെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ കർത്താവ് പ്രവർത്തിക്കാൻ പോയില്ല. മാർത്ത കർത്താവിൻ്റെ കാൽക്കൽ നിന്ന് വചനം കേൾക്കാൻ അവൾ അത്രയും ക്ഷമയോടെ അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവിന് വേണ്ടി അവളും വേലകൾ ചെയ്യുന്നുണ്ട്. രണ്ടും ആവശ്യമാണ്. അതൊരു പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നവരാണ്, ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. വ്യത്യസ്തമായ ജോലികളിൽ ഞാനും നിങ്ങളുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. അപ്പോഴാണ് നമ്മുടെ ആ പ്രവർത്തനത്തിന് ഊർജവും ശക്തിയുമൊക്കെ ലഭ്യമാകുന്നതും അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും അനുഗ്രഹകരമായിട്ട് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം എന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നാം ഏവരെയും സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി ഇതോട് ചേർന്ന് അറിയിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ ഈ വേദഭാഗം യൂട്യൂബിൻ്റെ നമ്മളത് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ലിങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സുകൾ നമുക്കതിലൂടെ കാണാൻ സാധിക്കും. ഞാനിത് നിങ്ങളുടെ ഫോണിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ ഈ വോയിസ് ക്ലിപ്പ് അയക്കുമ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ അതിന് നിറയാനും ഒക്കെ കാരണമായിട്ട് തീരുന്നുണ്ട്.
ഇതാകുമ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതിൽ മാത്രം നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഈ ഓരോ ദിവസത്തെയും നമുക്ക് ഈ വേദഭാഗം നമുക്കൊന്നിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകാനിടയാകണം. അതനുസരിച്ച് നമുക്കറിയാം, ഡൽഹി സെൻറ്റ് മേരീസ് വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മളിത് ആരംഭിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ഒക്കെ ചെയ്യുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും ഒരു പ്രയോജനം വൈകുമെങ്കിൽ അത് ഡൽഹി വനിതാ സമാജത്തിന് വേണ്ടി ഉണ്ടാവട്ടെ. അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ അത് വിനിയോഗിച്ചുകൊള്ളും. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണുവാനും നിങ്ങളുടെ സഹകരണം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്വയം ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവരെ കൂടെ മനസ്സിൽ ധ്യാനിച്ച് രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ വേദവായന നമ്മെ സഹായിക്കണം. ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ചിന്തയിൽ വന്ന ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു. ഇതിനേക്കാൾ നല്ല ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അത് നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുകയോ അങ്ങനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഈ ഓരോ വേദഭാഗം വായിച്ചു പോകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വോയിസ് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ ചോദ്യങ്ങളായിട്ടോ ഒക്കെ ചോദിക്കാവുന്നതും അത് നമുക്ക് ഇത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാവുന്നതുമാണെന്ന കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കട്ടെ. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ വരത്തക്കവണ്ണം ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് നമ്മുടെ ഡൽഹിയിലുള്ള നമുക്കറിയാം മറ്റേ ജോമോൻ, പട്ടണമളത്ത് ജോമോൻ്റെയും ജോസിലെ മകൻ കുറിയാസാണ്. ആ മകനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അവൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ അവന് നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നുണ്ട്. അവനെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.